السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ളവരെ, വീണ്ടും ഒരു പരിശുദ്ധമായ റബീഉൽ അവ്വൽ നമ്മിലേക്ക് സമാഗതമായിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യമായ റബീഉൽ അവ്വൽ. ഈ റബീഉൽ അവ്വൽ എല്ലാ മാസത്തിനെ അപേക്ഷിച്ച് നമുക്കൊരു സന്തോഷമാണ്. പുന്നാര നബി തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യമായ റബീഉൽ അവ്വൽ, അതും വെള്ളിയാഴ്ച. മാഷാ അല്ലാഹ്, എന്തൊരു സന്തോഷമാണ് പ്രിയപ്പെട്ടവരെ. ഇന്നു മുതൽ നമ്മുടെ പള്ളികളിലും നമ്മുടെ വീടുകളിൽ മൗലിദിന്റെ സദസ്സുകൾ ഒരുങ്ങുകയാണ്. എന്താണ് മൗലിദ് നമ്മൾ ചൊല്ലിയാൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണ്? എങ്ങനെയാണ് മൗലിദിൽ നമ്മൾ സന്നിഹിതരാകേണ്ടത്? അതിനെക്കുറിച്ചുള്ള ഒരു കാര്യം മഹാനായ മഅറൂഫുൽ ഖർഹി റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മഹാനവർ പറയുന്നു, മൻ ഹയ്യ അലി അജ്ലി ഖിറാഅത്തി മൗലിദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തആമൻ, ഒരാൾ മൗലിദിന്റെ സദസ്സിലേക്ക് ഭക്ഷണം തയ്യാറാക്കി, വജമഅ ഇഖ്വാനൻ, തന്റെ സഹോദരങ്ങളെ അദ്ദേഹത്തിന്റെ വീട്ടിലോ പള്ളിയിലോ ഒരുമിച്ച് കൂട്ടി, ഫൗഖദ സിറാജൻ, അദ്ദേഹം അതിനു വേണ്ടിയിട്ട് വിളക്കുകൾ കത്തിച്ചു, ലൈറ്റുകളൊക്കെ ഇട്ട് പ്രകാശിപ്പിച്ചു, വലബിസ ജദീദൻ, നല്ല വസ്ത്രം, പുതിയ വസ്ത്രം, നല്ല വസ്ത്രം അദ്ദേഹം ധരിച്ചു, വതഅത്തറ, അദ്ദേഹം സുഗന്ധം പൂശി, വതജമ്മല തഅളീമൻ ലിമൗലിദിഹി, അദ്ദേഹം നല്ല ഭംഗിയായി പരിശുദ്ധ മൗലിദിന് വേണ്ടി സാധാരണ പോലെയല്ല, നല്ല ഭംഗിയായി, നല്ല ആവേശകരമായി, സുന്ദരനായി, നല്ല അത്തറക്ക പൂശി ഗംഭീരമായിട്ട് വന്നു കഴിഞ്ഞാൽ ആ മൗലിദ് അങ്ങനെ അവന് പങ്കെടുത്താൽ മഹാനവർ പറയുന്നു, ഹശറഹുല്ലാഹു തആല യൗമൽ ഖിയാമ മഅൽ ഫിർഖത്തിൽ ഊലാ മിനൻ നബിയ്യീന വസ്സദ്ദീഖീൻ. നാളെ ഖിയാമത്ത് നാളിൽ കോടാനുകോടി ജനങ്ങൾ ഒരുമിച്ച് കൂട്ടുന്ന വേളയിൽ പരിശുദ്ധ മൗലിദിൽ പങ്കെടുത്തവൻ അള്ളാഹു കൊടുക്കുന്ന സമ്മാനം അമ്പിയാക്കന്മാരെ കൂടെ അവനെ ഒരുമിച്ച് കൂട്ടുന്നതാണ്. അവന്റെ റൂഹ് മരണപ്പെടുമ്പോൾ അവന്റെ റൂഹ് ഇല്ലീൻ എന്ന ഉന്നതമായ പദവിയിലായിരിക്കുമെന്ന് ബഹുമാനപ്പെട്ട മഅറൂഫുൽ ഖർഹി റളിയല്ലാഹു അൻഹു പറയുമെങ്കിൽ, ഒമൻ ഖറഅ മൗലിദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ മൗലിദ് ഓതി അതിനുവേണ്ടി ദിർഹമുകളൊക്കെ ചെലവഴിച്ചു, അതിനുവേണ്ടി എല്ലാ നിലയിലും അവൻ എല്ലാ ഖൈറിന് വേണ്ടിയുമുള്ള പരിശ്രമത്തിൽ ആ പരിശുദ്ധ മൗലിദിന് വേണ്ടി അവൻ സമയം ചെലവഴിച്ചാൽ ഒന്നാളെ മഹ്ശറ അവൻ സഭയിൽ ഒരുമിച്ച് കൂടുമ്പോൾ സിദ്ദീഖീന വശുഹദാഇ സ്വാലിഹീൻ, നാളെ ശുഹദാക്കളോടൊപ്പം സ്വാലിഹീങ്ങളോടൊപ്പം ആയിരിക്കുമെന്നാണ്. സൗര മൗലിദ് ഒരു ചെറിയ കാര്യമല്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹാണ്, ഹബീബായ തങ്ങളെ പുകഴ്ത്തലാണ്. അതാ സ്വഹാബത്ത് ചെയ്തിട്ടുണ്ട്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരുടെ മൗലിദുണ്ട്. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനെ വാഴ്ത്തിപ്പാടിയിട്ടുണ്ട്. അങ്ങനെ എത്രയെത്രയോ സ്വഹാബത്തുകൾ. മഹാനായ കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം നമുക്കറിയാമല്ലോ. അള്ളാഹുവിന്റെ റസൂലിനെയും പരിശുദ്ധമായ ദീനിനെയും അവഹേളനത്തോടു കൂടി കണ്ട മഹാനായ കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാനായിട്ട് അള്ളാഹുവിന്റെ കൽപ്പന വരികയും അള്ളാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറയുകയും സ്വഹാബത്തുകൾ 4 പരക്കം പാഞ്ഞ കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹു കൊല്ലാൻ വേണ്ടി പോകുന്ന വേളയിൽ വേഷപ്രച്ഛന്നനായിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹു വരികയാണ്. യാ നബി അല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലരെ, കഅബെങ്ങാനും അങ്ങയുടെ മുന്നിൽ വന്നൊരു മാപ്പ് ചോദിച്ചാൽ അങ്ങ് മാപ്പ് കൊടുക്കുമോ നബി എന്നാണ് ചോദ്യം. അള്ളാഹുവിന്റെ റസൂൽ കരുണയുടെ കവാടം, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, നബിയെ അങ്ങയുടെ കാരുണ്യത്തിനായിട്ടല്ലാതെ ഈ ലോകത്ത് അങ്ങയെ പടച്ചിട്ടില്ലെന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ ആ ഹബീബായ തങ്ങളുടെ കരുണയുടെ കവാടം തുറന്നു. നബി തങ്ങൾ പറഞ്ഞു, കഅബ് ഒന്ന് മാപ്പ് ചോദിച്ചാൽ മാപ്പ് കൊടുക്കും. ആ സമയത്ത് തന്റെ തലയിലുള്ള കെട്ടുകളെല്ലാം മാറ്റി, വേഷങ്ങളെല്ലാം മാറ്റി ഒറിജിനൽ കഅബായിട്ട് പറഞ്ഞു, നബിയെ ഞാനാണ്, കഅബാണ്, അങ്ങ് എനിക്ക് മാപ്പ് തരണം. എന്റെ കൂടെയുള്ളവർ എന്നെ പ്രകോപിപ്പിച്ചപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാണ്, പക്ഷെ എനിക്കറിയാം അങ്ങാരാണെന്ന്. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹു കവിത പാടുന്ന, നിന്ന റസൂല ലസൈഫുൻ യുസ്തലാഉ ബിഹി മുഹന്നദുൻ മിൻ സുയൂഫില്ലാഹി മസ്ലൂലു. ആരാണ് നബിയെ നിങ്ങളെന്നറിയുമോ? ഇന്ന റസൂല ലസൈഫുൻ, അങ്ങൊരു വാളാണ് നബിയെ. ഇന്ന റസൂല ലസൈഫുൻ യുസ്തലാഉ ബിഹി, അതിങ്ങനെ പ്രകാശിക്കുന്നൊരു വാളാണ് നബിയെ. മുഹന്നദുൻ മിൻ സുയൂഫില്ലാഹി മസ്ലൂലു, ഇന്ത്യൻ നിർമ്മിതമായ ഊരപ്പെട്ട തിളങ്ങുന്ന വാള് പോലെയാണ് നബി അങ്ങ് പ്രകാശത്തിന്റെ ഗോളമാണ്. എനിക്കറിയാം അങ്ങാരാണെന്ന്. പക്ഷേ ശത്രുപാളയത്തിൽ നിൽക്കുന്ന ശത്രുക്കൾ അങ്ങയെ പറ്റിയിട്ട് എതിർക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ എതിർത്തുപോയതാണ് നബി, എന്നോട് വെറുപ്പ് തോന്നല്ലേ എന്ന് പറഞ്ഞ് ഇസ്ലാമിലോട്ട് കടന്നു വന്ന മഹാനായ കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹു. അങ്ങനെ എത്രയെത്ര സ്വഹാബത്തിന്റെ സംഭവം മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മഹദിയായ പ്രിയപ്പെട്ട ഉമ്മഹാത്തുൽ മുഅ്മിനീന്റെ പ്രധാനപ്പെട്ട വനിത, ഇൽമിന്റെ വലിയ പാണ്ഡിത്യത്തിന്റെ ഉടമയായ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഞാനൊരു ദിവസം അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത് ഇരിക്കുകയായിരുന്നു.
നിബിതങ്ങൾ ഇങ്ങനെ ചെരുപ്പ് തുന്നുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ജീവിതത്തിൽ താൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം സ്വന്തം കരം കൊണ്ട് ചെയ്തിരുന്നു പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ സഹായങ്ങളും നിബിതങ്ങൾ തേടിപ്പോകുമായിരുന്നില്ല. സ്വന്തം കാര്യങ്ങൾ സ്വന്തം ചെയ്യുമായിരുന്നു. ആ ഹബീബായ തങ്ങൾ ചെരുപ്പിങ്ങനെ തുന്നിക്കൊണ്ടിരുന്നപ്പോൾ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നെറ്റിയിൽ നിന്ന് വിയർപ്പിന്റെ കണങ്ങൾ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്, പ്രകാശത്തിന്റെ ഒരു ഗോളം പോലെ. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ അത് കണ്ടിങ്ങനെ അത്ഭുത സ്തബ്ധയായിട്ട് നിന്നപ്പോ അള്ളാഹുവിന്റെ റസൂൽ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി ആയിഷ? ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയാണ്, നബിയേ, അബൂ കബീർ ഹുദലി എങ്ങാനും അങ്ങയെ കണ്ടിരുന്നെങ്കിൽ ഒരു വലിയ കവിത അങ്ങയെപ്പറ്റി എഴുതുമായിരുന്നു. ആയിഷ ബിബിയുടെ നിബിധങ്ങൾ ചോദിക്കുന്നുണ്ട്, എന്ത് കവിതയായിരിക്കും ആയിഷ അങ്ങനെയെങ്കിൽ അദ്ദേഹം എന്നെ കുറിച്ച് എഴുതുക? ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ആയിഷ ബിബി റളിയല്ലാഹു പാടിയ കവിതയാണ് മുബർറഉം മിൻ കുല്ലി ഉബ്ബരി ഹൈളത്തി വഫസാദി മുർളിഅത്തിൻ വദാഇൻ മുഗീലി വഇദാ നളർത ഇലാ സിർറതി വജ്ഹിഹി ബറഖത കബർഖിൽ ആരിളിൽ മുതഹല്ലലി. മഹാനായ മുഹല്ലിലി, മഹാനായ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പാടിക്കൊടുക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങ് എല്ലാ അശുദ്ധിയിൽ നിന്നും, എല്ലാ ഹൈളിന്റെ എല്ലാ മോശമായ നജസുകളിൽ നിന്നും ശുദ്ധിയായി വന്നവരാണ് നബി അങ്ങ്. മാത്രമല്ല അങ്ങയുടെ മുഖത്തൊന്ന് നോക്കിയാൽ ഇടിമിന്നലിന്റെ ആ മിന്നൽ പിണരുകൾ ആകാശത്ത് നിന്ന് ഭൂമിയിലോട്ട് പതിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രകാശത്തെക്കാൾ വലിയ പ്രകാശമാണ് നബി അങ്ങയുടെ മുഖകമലം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയോട് ചേർന്നുകൊണ്ട് പറയുന്നു, ആയിഷ, ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടെങ്കിലും ആയിഷ, ഇതുപോലത്തെ സന്തോഷമുള്ളൊരു സമയം എനിക്ക് വേറെ ഉണ്ടായിട്ടില്ല. ഈ ഹദീസിൽ നിന്നും ഈ സംഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്നത്, നമ്മൾ മൗലിദ് ഓതുമ്പോൾ, അള്ളാഹുവിന്റെ ഹബീബിനെ വാഴ്ത്തിപ്പാടുമ്പോൾ, അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ചുള്ള മങ്കൂസ് മൗലിദും ഷറഫുലനാവും ബുറുദയും ഒക്കെ നമ്മൾ ചൊല്ലുമ്പോൾ, ഈ കവിതകളും ബൈത്തുകളൊക്കെ നമ്മൾ ചൊല്ലുമ്പോൾ ഹബീബായ തങ്ങളെ സന്തോഷിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ മാസത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ചെല്ലാനുള്ളതും അള്ളാഹുവിന്റെ ഹബീബിനായുള്ള സ്വലാത്താണ്, അവിടുത്തെ മദ്ഹാണ്. കൊച്ചു കുഞ്ഞുങ്ങൾ അള്ളാഹുവിന്റെ ഹബീബിന് വേണ്ടി പരിശുദ്ധമാക്കപ്പെട്ട നിബിദിനത്തിന്റെ അന്നും തലേന്നും മദ്രസകളിലൊക്കെ പാടുന്ന ബൈത്തുകളും പറയുന്ന പ്രഭാഷണങ്ങളും എല്ലാം ഹബീബായ തങ്ങളെ പറ്റിയിട്ട് എന്തൊക്കെ പറയുന്നുണ്ടോ അതൊക്കെ റസൂലുള്ളാഹിക്ക് സന്തോഷമാണ്. സ്വഹാബത്താണെങ്കിൽ എന്ത് ചെയ്താലും അവർ ചെയ്യുന്നത് ഒന്നുകിൽ അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും വേണം, അതോടൊപ്പം പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആ ഒരു ഇഷ്ടവും സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടി എന്ത് ചെയ്താലും അങ്ങനെയായിരുന്നു. അല്ലേ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നബിയേ, എനിക്ക് ദുനിയാവിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഭവം അന്നളുറു ഇലാ വജ്ഹിക റസൂലില്ലാഹ്, അങ്ങയുടെ മുഖത്തിങ്ങനെ നോക്കിയിരിക്കലാണ് നബി, എൻ്റെ ഏറ്റവും വലിയ ഹോബി. എന്തെല്ലാം കാര്യങ്ങൾ പറയാമായിരുന്നു, ഹജ്ജ് ചെയ്യുന്ന കാര്യം പറയാം, നിസ്കരിക്കുന്ന കാര്യം പറയാം, ഖുർആൻ ഓതുന്ന കാര്യം പറയാം, അതിനെല്ലാം കവച്ചു വെച്ചുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നബി, എനിക്ക് എപ്പോഴും അങ്ങയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ ഇരിക്കണം. ആ മുഖം ഈ പ്രപഞ്ചത്തിൽ വന്നപ്പോഴാണ് അള്ളാഹു ആരാണെന്ന് പഠിപ്പിക്കാൻ കാരണക്കാരായ അള്ളാഹു നിയോഗിച്ചത് പരിശുദ്ധ റസൂലിനെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ലോകത്തെന്തിനേക്കാളും ഏതിനേക്കാളും, ഉമ്മയെക്കാളും ഉപ്പയെക്കാളും മക്കളെക്കാളും സർവ്വതിനേക്കാളും നമ്മുടെ ഖൽബിന്റെ ഉള്ളിൽ സ്ഥാനം കൊടുക്കേണ്ടത് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഈ റബീഉൽ അവ്വലിൽ ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ, ആവശ്യമില്ലാതെ സംസാരിച്ച് സമയം കളയാതെ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെട്ട് നടക്കാതെ, കളിയും ചിരിയുമെല്ലാം മാറ്റിവെച്ച് നിബിധങ്ങൾക്ക് വേണ്ടി ഒരുങ്ങണം. ഫിഫ ഫുട്ബോളിന്റെ ഒരു മാസക്കാലം മുമ്പ് നിങ്ങളുടെ ഇഷ്ടതാരങ്ങളുടെ ഫ്ലക്സ് ഒട്ടിക്കാൻ വേണ്ടി ഓടി നടന്ന ചെറുപ്പക്കാരെവിടെ? ഒരു സിനിമാ പോസ്റ്റർ ഒട്ടിക്കാനും തന്റെ ഫാൻസിന് വേണ്ടിയിട്ട് ഓടി നടയും അടിയും പിടിയും ഉണ്ടാക്കാൻ വേണ്ടിയും, ഒരു വോട്ടെടുപ്പിന്റെ തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടം വന്നാൽ തന്റെ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയിട്ട് മരിക്കാൻ തയ്യാറായി നിൽക്കുന്ന യുവാക്കളെ നിങ്ങൾ എവിടെ? നിങ്ങൾക്ക് ഇവരാരെങ്കിലും ഉണ്ടാകുമോ? നിങ്ങൾ മരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആരാ ഉണ്ടാവുക? പ്രിയപ്പെട്ടവരെ, ആരും ഉണ്ടാവില്ല. നമുക്ക് മരിക്കുമ്പോഴും മരണാനന്തരവും നാളെ മഹ്ശറിലും ഒരേ ഒരാളെ ഉള്ളൂ നമ്മളെ കൈപിടിക്കാൻ. അന്ത ഉമ്മുന്നം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. ഉമ്മയോ അതുവാപ്പയോ അവരിലായിട്ടാരുമേ
ഇല്ല തങ്ങളെ പോലെയാ സയ്യിദി ഖൈറൻ നബി. അതുകൊണ്ട് മനസ്സ് നിറഞ്ഞ് മദ്ഹ് ചൊല്ലാം, മനസ്സ് നിറഞ്ഞ് സ്വലാത്ത് എല്ലാം മദീനയിലേക്ക് നമ്മുടെ ഖൽബിനെ ഇങ്ങനെ പാറിപ്പറപ്പിച്ചു വിടാം. എന്നിട്ട് ഹബീബായ തങ്ങളെ ഇങ്ങനെ സ്വപ്നത്തിലൊന്ന് കാണണം. ആയിഷറ വൻസഭയിൽ അവരുടെ കരം കവരണം. നാളെ സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഹൗദുൽ കൗസറിൽ നിന്ന്, അവിടുത്തെ തിരുകരത്തിൽ നിന്ന് ഹൗദുൽ കൗസർ കൊടുക്കുമ്പോൾ ആ തിരുകരത്തിൽ നിന്ന് വാങ്ങി കുടിക്കാൻ നമുക്ക് ഭാഗ്യമുണ്ടാവണം. അതിന് ഈ പരിശുദ്ധ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. എല്ലാവരോടും ദുആ വസിയത്ത് ചെയ്തുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.